മടങ്ങി വരുന്നവരുടെ സ്ഥിതി എന്താണ്? മടങ്ങി വരുന്നവരോട് നമ്മൾ എങ്ങനെ പെരുമാറും? അല്ല, അതില് കറക്റ്റാണ്. സൗദിയിൽ നിതാഗത്ത് നിയമം കർശനമാക്കുന്നത് മൂലം ജോലിയില്ലാതെ തിരിച്ചെത്തുന്ന പ്രവാസികൾ കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ അടയ്ക്കേണ്ടി വരുന്നത് പതിനായിരങ്ങളാണ്. സർവ്വവും നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ ദുരിതം വെളിപ്പെടുത്തുന്നതാണ് തിരുവനന്തപുരം കാർഗോ കോംപ്ലക്സിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാൻ എത്തുന്നവരുടെ വാക്കുകൾ. അവിടെ നിന്ന് പണിയാൻ പറ്റാതാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ കയറി ഇവിടെ വന്ന് എടുക്കാൻ വന്നപ്പോൾ ഇവർ 35,000 രൂപ ഡ്യൂട്ടി അടിക്കുകയാണ്. ഇപ്പം ഞാൻ ഇനി വട്ടിക്ക് ക്ലാസ് എടുത്ത് ഈ സാധനം ഇവിടെ നിന്ന് എടുക്കണം. എന്ത് ചെയ്യാനാ നോക്ക്, വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. വർഷങ്ങളോളം റിയാദിൽ കാർപ്പൻറ്ററായി ജോലി ചെയ്തതിനു ശേഷം തിരിച്ചു വന്ന രാജുവിന് കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ മാത്രം അടയ്ക്കേണ്ടി വന്നത് 24,896 രൂപയാണ്. കുറച്ച് പിള്ളേരുടെ മുട്ടായി, ഒരു 2-3 ബ്ലാങ്കറ്റ്, 2-3 തുണി, ഇത് മാത്രമല്ല ഞാൻ ജോലി എടുത്ത സാധനം ഇലക്ട്രിക്കൽ ടൂൾസ് അവിടെ നിന്ന് ഇവിടെ കയറ്റി കൊണ്ടുവന്നപ്പോൾ ഇവിടെ 35,000 രൂപ ഡ്യൂട്ടി. 2 റിയലാണ് ആ മൊത്തം സാധനത്തിന്റെ വില. അവിടുത്തെ രൂപ ഇന്ത്യ രൂപയ്ക്ക് 25,000 രൂപ വരും. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവർ പറയണേ ആ 1 ലക്ഷം രൂപയുടെ സാധനമാണെന്ന്. 8 വർഷത്തെ പ്രവാസി ജീവിതത്തിനു ശേഷം തിരിച്ചെത്തിയ ആര്യനാട് സ്വദേശി താഹിറിനും ഇതേ അവസ്ഥയാണ്. എല്ലാ സാധനങ്ങളും കെട്ടിപ്പറിക്കാണ് നമ്മൾ വന്നത്. 5,000 രൂപ ഡ്യൂട്ടി അടിച്ച് 5,000 രൂപ ഡ്യൂട്ടി അടിക്കേണ്ട സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പെട്ടി പരിശോധിക്കും. എന്താണ് അതിൽ ഡ്യൂട്ടി അടിക്കാനുള്ള സാധനം? മക്കളെ ഡ്രസ്സുകൾ, പിന്നെ ഒരു കാർപ്പറ്റ്, പഴയ കാർപ്പറ്റ് എൻ്റെ പള്ളിയിലത്തേക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഉണ്ടാകുന്ന ഈ കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. പ്രവാസി ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടു സാധനങ്ങൾ തിരികെ കൊണ്ടുവരുമ്പോഴാണ് വൻതുക നികുതിയായി നൽകേണ്ടി വരുന്നത്. പലപ്പോഴും നികുതിയായി അടയ്ക്കേണ്ടി വരുന്നത് സാധനത്തിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കൂടുതലായിരിക്കും. ജോലിസ്ഥലത്ത് ഉപയോഗിച്ചിരുന്ന തൊഴിലുപകരണങ്ങളാണ് തിരിച്ചെത്തുന്നവരിൽ പലരും കൊണ്ടുവരുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ, ടൂൾസ് കിറ്റുകൾ തുടങ്ങിയവയ്ക്ക് വൻ നികുതി ഈടാക്കുന്നത് ശക്തമായ പ്രതിഷേധത്തിന് പലപ്പോഴും കാരണമാകുന്നു. ആ രാജ്യത്ത് ഇതിനെക്കാട്ടി കൂടുതൽ പരിഗണന നമുക്കുണ്ട്. നമ്മുടെ രാജ്യത്ത് അതുപോലൊരു പരിഗണന ഇല്ല. നമ്മളിവിടെ അവിടെ നിന്ന് വിട്ടേക്കുന്ന സാധനം ചിലപ്പം ഇവിടെ 20,000 രൂപയുടെ സാധനമായിരിക്കും, ഇവിടെ വരുമ്പോൾ 40,000 രൂപ പറയുന്നത്. എന്നിട്ട് ഇവർ ആ 40,000 രൂപ വെച്ച് ബാർഗൈൻ ചെയ്തിട്ട് അതിന്റെ മുക്കാഭാവമെങ്കിലും നമ്മളെ നിന്ന് മേടിച്ചിട്ടാണ് ഇത് തരുന്നത്. എന്നിട്ട് ഗൾഫിൽ നിന്ന് കയറിയോ ഇവിടെ എല്ലാ പരിഗണനയും തരുമെന്നല്ലേ പറയുന്നത്. ഇവിടെ വന്നു കഴിയും പറയാം, ഒരു പരിഗണനയും ഗൾഫുകാരന് കിട്ടത്തില്ല. പുതിയ സാധനങ്ങളുടെ 36% ഉപയോഗിച്ച സാധനങ്ങളുടെ പഴക്കമനുസരിച്ചുമാണ് കസ്റ്റംസ് ഡ്യൂട്ടി ഈടാക്കുന്നത്. ഈടാക്കിയ തുക സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം നൽകുവാനും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന പരാതിയുണ്ട്. ശ്രീ മഞ്ഞളാംകുഴി അലി, മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ട് അവരുടെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് പറയുകയും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്ന ശുഷ്കാന്തിയും ഇതൊക്കെ ശരി, സമ്മതിച്ചു, താങ്കൾ പറഞ്ഞതെല്ലാം അംഗീകരിച്ചാൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് 100% തെറ്റാണ്. നമ്മളത് കൃത്യമായിട്ട് എന്തെങ്കിലും ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക തന്നെ വേണം. ഇപ്പോൾ ഗവൺമെൻറ് നിയമമുണ്ട് TR, ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്. നമ്മൾ അവിടെ ജോലി ഇത്ര വർഷം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ നമുക്ക് കുറേയധികം അലവൻസസ് ഉണ്ട്. ഇതൊരു സാധാരണ സാഹചര്യത്തിൽ മടങ്ങി വരുന്നതല്ല, സ്വാഭാവികമായിട്ട് അപ്പോൾ പ്രത്യേകിച്ച് കിട്ടണം. ഇതെനിക്കറിയില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഉന്നയിക്കപ്പെട്ടൊരു പ്രശ്നമാണ്. കാരണം അവിടുന്ന് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എയർ ചാർജ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഇതൊക്കെ നമ്മുടെ പ്രവാസികളോട് കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ കസ്റ്റംസിൽ കാണിക്കുന്ന ഈ ചൂഷണമായാലും എയർ ഫെയർ ആയാലും ഈ കാര്യത്തിലൊക്കെ ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ ഇടപെടേണ്ടതുണ്ട്. ശ്രീ അഹമ്മദ് കുഞ്ഞി, താങ്കളുടെ അനുഭവം എന്താണ് തിരിച്ചു വരുമ്പോൾ? ഇല്ല, എൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ കൂടെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, 1 രൂപ പോലും ഇല്ലാതെ ഞാൻ വീട്ടിൽ വരുന്നത്, 1 രൂപ പോലും എൻ്റെ കയ്യിലില്ലാതെ ഞാൻ വീട്ടിൽ വരുന്നത്. ഇതൊരു സാഹചര്യത്തിൽ വരുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി, എൻ്റെ വൈഫിന് സുഖമില്ലാത്ത സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി വേറെ മക്കളില്ല, എനിക്ക് വേറെ ആമ്പിള്ളേരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രായത്തിൽ അവിടെ പോയിട്ട് എനിക്ക് ഇതേ രീതിയിൽ വളരെയേറെ പ്രയാസപ്പെട്ട് തിരിച്ചു വരേണ്ടതിൽ വളരെ ഖേദമുണ്ട്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഞങ്ങൾ ഈ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഇനി ജോലി ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ഏതെങ്കിലും മാർഗത്തിൽ ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് തരണം. 10 ലക്ഷം രൂപ വരെ ഈ വളരെ ചെറിയ ഇൻട്രസ്റ്റിൽ അവർക്ക് കടം കൊടുക്കാന്നുള്ളൊരു തീരുമാനം എത്തിയിട്ടുണ്ട്. പക്ഷേ അവർ വന്നിട്ടൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. അവർ പരിചയമുള്ള, ഇപ്പോൾ പെയിൻറ്റർമാരാണെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ വെൽഡർമാരാണെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അവർ ആ ജോലിയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള സംഖ്യകൾ നമ്മൾ ഉടനെ കടം കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലാഘവബുദ്ധിയോട് കൂടി കണ്ടാൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ പ്രശ്നമാണ് എന്ന് കണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഒരു ഡ്രൈവർക്ക് ഇവിടെ, ഒരു കുക്കിന് ഇവിടെ കിട്ടുന്ന ശമ്പളം അവിടുത്തെ ശമ്പളം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വേണ്ടത്ര തൊഴിലവസരങ്ങളുണ്ടെങ്കിൽ, മികച്ച തൊഴിലവസരങ്ങളുണ്ടെങ്കിൽ, സംവിധാനങ്ങളുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള പ്രായത്തിലും സൗദി സ്വപ്നം കാണണം. അവർക്കൊരു ഹാബിറ്റായി പോയി, വിദേശ രാജ്യങ്ങളിൽ ജോലി എന്നൊരു ഹാബിറ്റായി പോയി. ഇവിടെ ഞാൻ 10 വർഷം നാട്ടിൽ വന്ന് നിന്നവനാ.
എനിക്ക് പിന്നെ പോകേണ്ട എൻ്റെ അവസ്ഥയിൽ ഞാൻ പോയത്, വീണ്ടും പോയത്. അതെ, അതാ പറഞ്ഞത്. അല്ല, എൻ്റെ അവസ്ഥ ഇവിടുത്തെ അതാണ് അവസ്ഥ പിന്നെ സാമ്പത്തിക അവസ്ഥയാണ്, അല്ലാതെ മാനസിക അവസ്ഥയല്ല. ഈ ബുദ്ധിമുട്ട് നമ്മൾ അവസാനം ലാസ്റ്റ് വണ്ടി കയറുന്ന ഒരു മനസ്സാണ് നമുക്ക് സാറേ, മലയാളികൾ. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഞാനത് ഉറപ്പിച്ച് വളരെ ഓപ്പൺ തീർച്ചയായും. അപ്പൊ ജൂലൈ 3-ന് ശേഷം ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ശ്രീ മഞ്ഞളാംകുഴി അലി വിശ്വസിക്കുന്നു. കാര്യമായ ഒരു പ്രശ്നം നിങ്ങളൊക്കെ പറഞ്ഞ പോലെ നമ്മളെ മീഡിയ ഒക്കെ പിന്നെ പെരുത്തി വീർപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ ചില പിന്നെ ആൾക്കാർ പറയുന്നത് പോലെ ഇവിടെ ഒരു പ്രശ്നവും ഞാൻ ചോദിക്കട്ടെ, എംബസിയിൽ 60,000 ആളുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. ഈ 60,000 ആളുകൾ തിരിച്ചു വരുന്നൊരു പ്രശ്നമല്ലേ? വളരെ നന്ദി ശ്രീ മഞ്ഞളാംകുഴി അലി, ഒപ്പം ശ്രീ KV അബ്ദുൽ ഖാദർ, ശ്രീ അഹമ്മദ് കുഞ്ഞി. ഇതുവരെ സൗദിയെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മലയാളികൾ കുവൈറ്റിൽ നിന്നും വന്നിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കാരണവും ഇല്ലാതെ സിവിൽ ഡ്രസ് വന്നിട്ട് ഞങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് യാത്രാരേഖകൾ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ഒന്നും മിണ്ടുന്നില്ല. അതേപോലെ നമ്മളെ ഇത് വണ്ടി കയറ്റി നേരെ ജയിലിൽ കൊണ്ടിടുകയാണ്. ഒന്നും മിണ്ടാൻ പാടില്ല. ജയിലിൽ കൊണ്ടിടുമ്പോൾ തന്നെ നമ്മളെ ടെലഫോൺ വാങ്ങിച്ച് അപ്പോഴേ തറയിൽ അടിച്ച് ഉടയ്ക്കുന്നുണ്ട്. ഒന്നും വെള്ളം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കവാല ഇതിൽ നമ്മളെ ചൗകര്യത്തിൽ അടിക്കുന്നുണ്ട്. എൻ്റെ അറബി കൊണ്ട് എന്നെ കൊണ്ട് എയർപോർട്ടിൽ വിടാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് നേരെ ഈ പാസ്പോർട്ട് സഹിതം കൊണ്ട് ജയിലിലാക്കിയത്. എന്നിട്ട് അതിന് മുമ്പ് എൻ്റെ അടുത്ത് നിന്ന് 80 ദിനാർ ഞാൻ ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടാണ് പുള്ളി എന്നെ ഈ വേല ചെയ്തിട്ട് എന്നെ കൊണ്ട് അവിടെ ആക്കിയത്. വലിയ മോഹങ്ങളുമായി കടൽ കടന്നവർക്ക് ഇപ്പോൾ ഉള്ളത് ഉടുതുണി മാത്രം. നാട്ടിലെത്താൻ കാശില്ലാതെ അവർ ദില്ലിയിൽ വിഷമിച്ചു നിന്നു. മാസങ്ങളായി ജയിലിൽ കിടന്ന പലരും ദിവസങ്ങളായി പട്ടിണിയിലാണ്. 100 പേര് കിടക്കേണ്ടടുത്ത് 400 പേരാണ് ഇടുന്നത്. അപ്പോൾ ഈ വായു ഒന്നും ശരിക്കും വരുന്നില്ല. ചൂടാണ്, ഭയങ്കര ചൂടാണ്. AC-കളൊന്നും വർക്ക് ചെയ്യുന്നില്ല. കക്കൂസിൽ വെള്ളങ്ങളൊന്നുമില്ല. കുടിക്കാനൊന്നും ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല. അവർ ഒന്നും നമുക്ക് മിണ്ടാൻ പറ്റില്ല. മിണ്ടിയാണെന്ന് ഞങ്ങൾ അടിക്കും. അവർ പറയുന്നു, വിസാ നിയമങ്ങൾ കർശനമാക്കിയ കുവൈറ്റിൽ നിന്ന് ഇനിയും പലരും വരാനുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഗൾഫ് രാജ്യങ്ങളിൽ എത്ര മലയാളികൾ ജോലിയെടുക്കുന്നുവെന്നെങ്കിലും സർക്കാർ അറിയണം. പുനരധിവാസം എന്ന് ഇടയ്ക്കിടെ പറയാതെ അത് നടപ്പാക്കി കാണിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. ജൂലൈ 3 വിധി ദിനം. അതുവരെ നമുക്ക് രേഖകൾ ശരിയാക്കാം, പദവികൾ ശരിപ്പെടുത്താം. അതുവരെ കെട്ടിപ്പൊക്കിയതൊക്കെ നിലനിർത്താനുള്ള അവസാന ശ്രമവും നടത്താം. അതുകഴിഞ്ഞാൽ അതാണ് ആർക്കും അറിയാത്തത്. ജൂലൈ 3 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.